പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ കർത്താവിനെ കാണുക. സങ്കീർത്തനം 16 സങ്കീർത്തനം 8 വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ചിന്തിക്കുന്നത്. 16 സങ്കീർത്തനം 8 വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ആമേൻ. നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ കാണുക. എപ്പോഴും നമ്മുടെ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട്, ആ കർത്താവിനെ നോക്കിക്കൊണ്ട്, ആ കർത്താവിനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ പരാജയം സംഭവിക്കത്തില്ല. ഉറപ്പായിട്ടും നമുക്ക് ജയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകും. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് സ്വർണഗീതം എന്ന എബ്രായ ഭാഷയിൽ, അതായത് മിക്താം, തനി തങ്കം എന്നർത്ഥം, അങ്ങനെയുള്ള മേഖലയിലാണ് ഈ സങ്കീർത്തനങ്ങൾ പാടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയുള്ള രാഗത്തിലാണ് ഈ പാട്ടെഴുതിയിരിക്കുന്നത്. അതായത് 56 മുതൽ 60 വരെയുള്ള വാക്യങ്ങളിൽ സ്വർണഗീതം എന്ന രാഗം അതിൻ്റെ തലക്കെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ പത്രോസും പൗലോസും ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വരികളും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമായിട്ട് കാണുകയും ഇതിലുള്ള പാട്ടിൻ്റെ വരികൾ അവരുടേതായ ലേഖനങ്ങളിൽ അവരെഴുതുന്ന തിരുവചന ഭാഗങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമായിട്ട് അവരെടുത്തു പറയുന്നുണ്ട്. ആമേൻ. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എല്ലാ വിഷയങ്ങളുടെ മുന്നിൽ ഒരു ദൈവഭക്തൻ എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ കർത്താവിനെ നമ്മൾ നോക്കുക, കർത്താവിനെ നമ്മൾ കാണുക. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സർവശക്തനായ ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ആമേൻ. ഒരു ഭക്തന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എപ്പോഴും ഏത് സമയത്തും വിജയങ്ങളിലേക്ക് പോകുവാൻ കഴിയില്ല. പക്ഷേ വിജയം നമുക്ക് നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നമുക്ക് വിജയമുണ്ടാകും. പരാജയപ്പെടുത്തുവാനും നിരാശപ്പെടുത്തുവാനും ഭാരപ്പെടുത്തുവാനും നമ്മുടെ ലക്ഷ്യങ്ങളെ തെറ്റിക്കുവാനും പലവിധമായ വിഷയങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, അതായത് ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസ ജീവിതത്തിൽ ബലത്തോടും കരുത്തോടും മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ തളർന്നു പോകുവാനും ഭാരപ്പെട്ടു പോകുവാനും ഒക്കെ പൈശാചിന്റെ മണ്ഡലം, വ്യത്യസ്ത രീതികളിൽ പൈശാചിക മണ്ഡലം വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ നമ്മെ ഇടറിക്കുവാൻ തക്കവണ്ണം, അതായത് കർത്താവിൽ നിന്നുള്ള ആശ്രയത്തിൽ നിന്നും പിന്നിലോട്ടോ പിന്മാറ്റത്തിലോട്ടോ നിരാശയിലേക്കോ ദുഃഖങ്ങളിലേക്കോ കടന്നു പോകുവാൻ തക്കവണ്ണം അവൻ പരിശ്രമിക്കുമ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ നമ്മൾ വായിച്ചതുപോലെ 16-8 വാക്യത്തിൽ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ആമേൻ. അപ്പോൾ നമ്മുടെ കർത്താവിനെ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ട് യാത്ര ചെയ്താൽ ഏത് സാഹചര്യങ്ങളും, പ്രിയ ദൈവമക്കളെ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു സമൃദ്ധി ഉണ്ടാകില്ല. ആ വ്യക്തിക്ക് ഒരു താഴ്വാരയുടെ അനുഭവം ഉണ്ടാകും, ഒരു കഷ്ടതയുടെ അനുഭവം ഉണ്ടാകും, ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകും, സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകും. അതിൻ്റെ നടുവിൽ കുറച്ചുകൂടെ പരിശ്രമിക്കാനും ഉപവസിക്കുവാനും
ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ ഉണ്ടാകും. ഈ അനുഭവങ്ങളൊക്കെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ തളർന്നു പോകാതെ എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു ഭക്തൻ ഒരിക്കലും പതറിപ്പോകുവാനോ അസമാധാനത്തിൽ പോകുവാനോ നിരാശപ്പെട്ടു പോകുവാനോ ദൈവം അനുവദിക്കത്തില്ല. വിശ്വാസത്തിന്റെ വാക്കുകൾ കേട്ട് യേശു കടലിലൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം. ഉറപ്പായിട്ടും കർത്താവിന് വെള്ളത്തിൽ കൂടെ നടന്നു വരാൻ കഴിയുന്നത് മുഖാന്തരം കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോട് സഞ്ചരിക്കുന്ന ശിഷ്യൻ എന്ന നിലയിൽ ആ യേശുവിൻ്റെ വാക്കിൻ പ്രകാരം ഞാനും ആ വെള്ളത്തിൽ ഇറങ്ങി നടന്നാൽ എനിക്കും അതുപോലെ നടന്നു വരാൻ കഴിയുമെന്ന് പത്രോസ് ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്, ഉറയ്ക്കുകയാണ്. അങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാനും ഇതുപോലെ ഇറങ്ങി നിന്റെ അടുക്കൽ വെള്ളത്തിലൂടെ നടന്നു വരട്ടെ? യേശു പറഞ്ഞു, തീർച്ചയായിട്ടും നീ ഇറങ്ങുക. എന്നാൽ ആ കർത്താവിൻ്റെ വാക്ക് ഉറപ്പായിട്ടും കർത്താവാണ് പറഞ്ഞു എന്ന് പത്രോസിന് ഉറപ്പുണ്ട്. ആ ഉറപ്പും ധൈര്യത്തോടെ പടകിൽ നിന്നും വെള്ളത്തിലേക്ക് കാലുവെച്ച് താനിതാ നടന്ന് അല്പം മുന്നോട്ട് വരുമ്പോൾ പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. അയ്യോ, ഞാൻ വെള്ളത്തിലൂടെയാണല്ലോ നടക്കുന്നത്. കർത്താവിൻ്റെ ശബ്ദം ഉറപ്പായിട്ടും കേട്ടും പത്രോസ് വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. പക്ഷെ അല്പം മുന്നോട്ട് വന്നപ്പോൾ പെട്ടെന്നൊരു ചിന്ത, വെള്ളമാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പല വിഷയങ്ങളും എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മൾ തരണം ചെയ്യേണ്ട മേഖലകളോ കടന്നു വരുമ്പോൾ ഒരിക്കൽ പോലും നമ്മൾ അവിടെ അസമാധാനപ്പെടരുത്. ആ നിമിഷത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവിനെ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട്, കർത്താവേ, ഞാൻ നിന്നിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്, ഞാൻ എല്ലായ്പ്പോഴും നിന്നോടുകൂടെ സഞ്ചരിക്കുന്നു, നിന്റെ ശബ്ദം കേട്ട് നിന്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തനാണ്. അതായത് ദാവീദ് പാടുന്നുണ്ട് മറ്റൊരു സങ്കീർത്തനത്തിൽ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് ലഭിക്കും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് ലഭിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവിനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ വലതു ഭാഗത്ത് കർത്താവ് കൂടെയുണ്ട്, നമ്മുടെ മുന്നിൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഏതൊരു പ്രതിസന്ധിയിലും ജയത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ആ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മൾ അധൈര്യപ്പെടാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ കണ്ണുകൾ യേശുവിൽ തന്നെ പതിഞ്ഞിരിക്കട്ടെ. ഒരിക്കലും പ്രശ്നത്തിലേക്ക് നമ്മൾ നോക്കാതെ, പ്രതികൂലത്തിലേക്ക് നമ്മൾ നോക്കാതെ, നമ്മൾ ഞെരുങ്ങുന്ന വിഷയത്തിലേക്ക്, ആ വിഷയം ഞെരുക്കുമല്ലോ എന്ന് പറഞ്ഞ് വിഷയത്തിലേക്ക് നമ്മൾ നോക്കാതെ നമ്മുടെ കണ്ണുകൾ യേശുവിലേക്ക് തന്നെ ആയിരുന്ന എല്ലായ്പ്പോഴും യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ ഭക്തൻ ഒരിക്കലും കുലുങ്ങിപ്പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ കർത്താവിനെ, നമ്മുടെ പ്രശ്നങ്ങളെയല്ല നമ്മുടെ മുന്നിൽ കൊണ്ടുവരേണ്ടത്, ഭാരപ്പെടുന്ന വിഷയത്തെയല്ല നമ്മൾ ആദ്യമായി മുന്നിൽ കൊണ്ടുവരേണ്ടത്, മറിച്ച് നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കാക്കുന്ന, നമ്മെ സഹായിക്കുന്ന കർത്താവിനെ നമ്മൾ മുന്നിൽ കൊണ്ടുവന്ന് ആ കർത്താവിനെ തന്നെ നോക്കി, ആ പ്രശ്നത്തെ നോക്കാതെ കർത്താവിനെ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന് ആ മേഖലയിൽ ജയിച്ച് കയറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. അതായത് തിരുവചനത്തിൽ 34 സങ്കീർത്തനം 1 വാക്യം ഇങ്ങനെയാണ്, എല്ലായ്പ്പോഴും നമ്മൾ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനെ നമ്മൾ വാഴ്ത്തുന്നവരായിരിക്കണം, അതായത് സ്തുതിക്കുന്നവരായിരിക്കണം. പ്രശ്നങ്ങളുടെ, പ്രതികൂലങ്ങളുടെ, ഞെരുക്കങ്ങളുടെ നടുവിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ എല്ലായ്പ്പോഴും നമ്മെ നടത്തുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് അവനെ
മാത്രം വാഴ്ത്തി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ സാഹചര്യങ്ങൾ, ആ പ്രശ്നങ്ങൾ നമ്മൾ മുക്കുകയില്ല. സർവശക്തനായ ദൈവം നമ്മുടെ വലതുഭാഗത്തുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും കുലുങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അതായത് സങ്കീർത്തനം സ്തോത്ര 62:8 ഇങ്ങനെയാണ്: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. അപ്പോൾ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഏത് സമയത്തും ഒരു ഭക്തൻ ക്രിസ്തുവിൽ ആശ്രയം വെച്ചുകൊണ്ട്, കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട്, കർത്താവിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദൈവഭക്തൻ വിഷയങ്ങളുടെ നടുവിൽ കുലുങ്ങിപ്പോകുവാൻ, ഹല്ലേലൂയ, എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എല്ലാ സാഹചര്യങ്ങളിലും കുലുങ്ങുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം അനുവദിക്കത്തില്ല. ആ വിഷയം നിന്നെ മുക്കിക്കളയത്തില്ല. ആ ഞെരുക്കം നിന്നെ തകർത്തു കളയത്തില്ല. ആ ബാധ്യത നിന്നെ ഉടച്ചു കളയത്തില്ല. നിന്നെ തകർത്തു കളയത്തില്ല. ആ ഒറ്റപ്പെടൽ നിന്നെ ഒരിക്കലും കർത്താവ് സ്തോത്രം നിരാശയിലേക്ക് കൊണ്ടുപോകത്തില്ല. ആ പരിഹാസം ഒരിക്കലും നിന്റെ ജീവിതത്തെ തകർക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്തെന്ന് പറയാമോ? ആ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിൽ കർത്താവിനെ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ട്, ആ വിഷയത്തെ നമ്മൾ കാണുകയല്ല, കർത്താവിനെ കണ്ടുകൊണ്ട്, കർത്താവിനെ നോക്കിക്കൊണ്ട്, ആ കർത്താവിനെ വാഴ്ത്തി ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ പ്രശ്നം നമ്മളെ മുക്കുകയില്ല. സർവശക്തനായ കർത്താവ് നമ്മുടെ വലതുഭാഗത്തുള്ളത് കൊണ്ട് നമ്മൾ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മെ മുക്കുവാൻ വരുന്ന വിഷയത്തെ സ്വർഗത്തിലെ ദൈവം പരിഹരിച്ച് ജയത്തോടെ സർവശക്തനായ ദൈവം നമ്മെ മുന്നോട്ട് കൈപിടിച്ചു കൊണ്ടുപോകും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വിഷയം നിന്നെ ഒരിക്കലും തകർക്കില്ല. പരിഹാസം നിന്നെ ഒരിക്കലും ശത്രു സന്തോഷിക്കത്തക്കവണ്ണം ഒരിക്കലും ആ പരിഹാസം എന്ന വിഷയം നിന്നെ തകർക്കയില്ല. കാരണം നിന്റെ മുന്നിൽ ഏത് സാഹചര്യങ്ങളിലും, നിന്റെ മുന്നിൽ എല്ലായ്പ്പോഴും നീ കർത്താവിനെ കാണുന്നുവെങ്കിൽ, ആ കർത്താവിനെ നോക്കുന്നുവെങ്കിൽ, ആ യേശുപ്പൻ്റെ മുഖം നോക്കി പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തനെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആ പ്രശ്നത്തെ എന്നേക്കുമായി ഉടച്ചു മാറ്റി ആ വിഷയത്തിന്മേൽ സർവശക്തനായ ദൈവം നിന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അതാ പറയുന്നത്, എല്ലായ്പ്പോഴും കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു ഭക്തന്റെ വലതുഭാഗത്ത് ദൂതൻ ഇറങ്ങി, അതായത് കർത്താവ് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് ആ ഭക്തൻ ആ വിഷയത്തിൽ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളെ കുലുക്കിക്കളയുവാൻ, നിങ്ങളെ ഭാരപ്പെടുത്തി കളയുവാൻ, നിങ്ങളെ നിരാശപ്പെടുത്തി കളയുവാൻ, നിങ്ങളെ അസമാധാനപ്പെടുത്തി കളയുവാൻ പൈശാചിക മണ്ഡലം ഏതെങ്കിലും രീതിയിൽ അവൻ കുരുക്കിടുന്നുവെങ്കിൽ നീ കർത്താവിനെ മുന്നിൽ കാണുക. ആ കർത്താവിൻ്റെ മുഖത്ത് നോക്ക്. നിന്നെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ വലതുഭാഗത്ത് ഇറങ്ങി നിന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ആ ദുഷ്ടാത്മസേനയെ വെട്ടിക്കളഞ്ഞ് ജയത്തോടെ പരിശുദ്ധാത്മാവ് നമ്മളെ കൈപിടിച്ച് വിജയത്തിലേക്ക് കൊണ്ടുവരും. ഒരിക്കൽ ഒരു ദൈവദാസനും സഭയും അവർ ജയത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സഭയിൽ ഒരു ദൈവീക കൂട്ടായ്മ ക്രമീകരിച്ച് അതിൻ്റെ തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സഭയിലുള്ള ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു മരണകരമായ അവസ്ഥ പെട്ടെന്ന് സംഭവിച്ചു. അവരെല്ലാം തകർന്നു പോകുന്ന രീതിയിൽ പൈശാചിന്റെ മണ്ഡലം വാദിക്കുവാനിടയായി. പക്ഷേ അവർ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ കർത്താവിൻ്റെ തിരുമുഖം നോക്കി സഭ ശ്രദ്ധയോടുകൂടെ ഒരുമിച്ച് സ്വർഗത്തിലെ അപ്പനോട് നിലവിളിക്കുമ്പോൾ ആ സഭ ശ്രദ്ധയോടുകൂടെ നിലവിളിച്ചു. ഒരു മനസ്സോടെ ഒരു വ്യക്തിക്ക് വേണ്ടി ഐക്യതയോടെ ഹൃദയം നുറുങ്ങി കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എല്ലായ്പ്പോഴും കർത്താവിൽ ആശ്രയിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം ആ വിഷയത്തിൽ കർത്താവ് വലതുഭാഗത്തുള്ളത് കൊണ്ട്
ആ ദൈവസഭ കുലുങ്ങിപ്പോകുവാൻ, മറ്റുള്ളവരുടെ നടുവിൽ ചോദ്യചിഹ്നമായി തീരുവാൻ എൻ്റെ ഉയരത്തിൽ ദൈവം അനുവദിക്കാതെ മരണം മുഖാമുഖമായി കണ്ട ഭക്തനെ സ്വർഗത്തിലെ ദൈവം ആ സഭയിലെ വിശ്വാസിയെ ദൂതന്മാരെ അയച്ചവരുടെ പ്രാർത്ഥന സ്വർഗതലത്തിലെത്തി. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തക്ക സമയത്ത് ഇറങ്ങി വന്ന മരണപ്പെട്ടു പോകുമെന്ന് വാദിച്ച പൈശാചിന്റെ മണ്ഡലം എന്നേക്കുമായി കീഴടങ്ങി ആ സഹോദരൻ സൗഖ്യമായി അത്ഭുതത്തോടെ മടങ്ങി വരുവാൻ, ദൈവസഭയിൽ വീണ്ടും തിരിച്ചു വരുവാനിടയായി. കാരണം ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പെട്ടെന്നാണ് ഓരോ മേഖലകൾ ഒരു ഭക്തന് പരീക്ഷ ഘട്ടങ്ങൾ കടന്നു വരുന്നത്. ആ സമയത്തും ഈ സങ്കീർത്തനത്തിലൂടെ നമ്മെ പരിശുദ്ധാത്മാവ് ഉണർത്തുന്നത് പോലെ ആമേൻ എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ കർത്താവിനെ കാണുക, എല്ലായ്പ്പോഴും കർത്താവിൽ ആശ്രയിക്കുക, ഏതൊരു വിഷയത്തിലും പതറിപ്പോകാതെ ആ കർത്താവിൻ്റെ തിരുമുഖത്തെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് ചേർന്നിരുന്ന ആമേൻ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും, ആ വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ വായിച്ചത്, എൻ്റെ കർത്താവ് വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഒരു ഭക്തൻ കുലുങ്ങിപ്പോകുവാൻ, അതായത് തകർന്നു പോകുവാൻ, നിന്ദിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? നിങ്ങളെ തകർത്ത് കളയുമെന്ന് വാദിക്കുന്ന വിഷയം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണോ? നമ്മുടെ വലതുഭാഗത്ത് കർത്താവുണ്ട്. ആ നമ്മുടെ കർത്താവിന് എല്ലായ്പ്പോഴും നമ്മുടെ മുന്നിൽ കാണുകയും കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത വിഷയത്തെ, ആ പ്രശ്നത്തിന് നീ ഒന്നാം സ്ഥാനം കൊടുക്കാതെ നമ്മെ നടത്തുന്ന കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത ആ ഏതു വിഷയത്തിലും കർത്താവിനെ മുൻനിർത്തി ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും കുലുങ്ങിപ്പോകാൻ അനുവദിക്കത്തില്ല. ഈ വചനത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ആരും തകർന്നു പോകില്ല. നിങ്ങൾക്കാർക്കും പരാജയം സംഭവിക്കത്തില്ല. ക്രിസ്തുവിൻ്റെ തിരുമുഖം നോക്കി യാത്ര ചെയ്യുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ, എപ്പോഴും വ്യത്യസ്ത മേഖലകളിൽ സന്തോഷങ്ങളിൽ പോകുമ്പോഴും ഞെരുക്കമുണ്ട്, കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, പരീക്ഷ ഘട്ടങ്ങളുണ്ട്. പക്ഷേ അവിടെ എല്ലാം കർത്താവിനെ മുന്നിൽ നിർത്തി ആ കർത്താവിനെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു ഭക്തന് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ദൂതന്മാരെ അയച്ച് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ശത്രുമണ്ഡലത്തെ വെട്ടിക്കളഞ്ഞ് ജയത്തോടെ നമ്മെ കൈപിടിച്ച് കൊണ്ടുവരുന്നവനാണ് നമ്മുടെ ഉയരത്തിലെ ദൈവം. ആമേൻ. ആ കർത്താവിൽ ആശ്രയിക്കാമോ? ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ ഞാനിപ്പോൾ തകർന്നു പോകും, ഈ ഞെരുക്കത്തിൽ നിന്ന് എനിക്ക് ജയിക്കാൻ കഴിയത്തില്ല. നിന്റെ മുന്നിൽ കർത്താവിനെ നീ കാണുക. ഒരു വ്യക്തിയെ നീ കാണാതെ, ആ പ്രശ്നത്തെ നീ കാണാതെ, ആ വിഷയത്തെ നോക്കി നീ നിരാശപ്പെടാതെ യേശുവിനെ മുന്നിൽ കാണുക. ആ യേശുവിലേക്ക് നീ നോക്കുക. സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക്, നിന്റെ വിഷയങ്ങളിൽ പരിഹാരം നൽകി നിന്നെ മാനിക്കുന്ന ദൈവമാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഈ വചനപ്രകാരം നിങ്ങൾ ഏൽപ്പിക്ക്, സമർപ്പിക്ക്. കർത്താവ് നിങ്ങളുടെ വലതുഭാഗത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൂതന്മാർ ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ നീക്കി പരിഹാരം നൽകി ജയത്തോടെ നടത്തുന്ന ആ സർവശക്തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ വചനപ്രകാരം വിശ്വസിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഹായിപ്പാനും ബലപ്പെടുത്തുവാനും നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന പരീക്ഷ മേഖലകളിൽ നമ്മെ വിടുവിക്കാൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, നസ്രയനായ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശുവിൽ നീ വിശ്വസിക്ക്, യേശുവേ എന്ന് വിളിച്ച് നീ പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നിന്റെ എല്ലാ വിഷയത്തിലും വിഷയങ്ങളെ മുന്നിൽ കൊണ്ടുവരാതെ യേശുവിനെ എല്ലായ്പ്പോഴും നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവനെ സ്തുതിക്കുവാനും ആ കർത്താവിൽ ആശ്രയിക്കുവാനും നീ തയ്യാറാണോ? നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉയരത്തിലെ യേശുവിൽ നിന്ന് ലഭിക്കും. വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേട്ട ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വിഷയങ്ങൾ, ഇവരുടെ ഭാരങ്ങൾ അവരെ മുക്കിക്കളയാതെ ഇവരുടെ മുന്നിൽ സഹായിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട്
ഇവർ ചേർന്ന് നിന്ന് ആ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ബലത്തോടെ കരുത്തോടെ ഇവർ മുന്നോട്ട് പോകട്ടെ. പരിശുദ്ധാത്മാവേ, ബലഹീനെ തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ മക്കളെ അങ്ങ് ബലപ്പെടുത്തണം. ഇവർ ജയിക്കുവാനുള്ള ദൈവകൃപ കൊടുക്കണം. ഇവരാരും തകർന്നു പോകാൻ അനുവദിക്കരുത്. പരിശുദ്ധാത്മാവരെ മനസ്സുകളെ ബലപ്പെടുത്തണം. അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കും. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു. ബാധ്യതകളിൽ ഭാരപ്പെടുന്നവർ വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.